ഇന്ന് നമ്മുടെ യാത്ര മീശപ്പുലിമല ട്രെക്കിങ്ങിന് വേണ്ടിയുള്ള യാത്രയാണ്. ഒരു നേച്ചർ ക്ലബിൻ്റെ ഒരു ഗ്രൂപ്പ് യാത്രയാണ് കേട്ടോ. എൻ്റെ യാത്ര ഇന്ന് പൊള്ളാച്ചിയിൽ നിന്നാണ്. പൊള്ളാച്ചിയിൽ നിന്ന് ആനമല ടൈഗർ റിസർവ് വഴി ആണ് യാത്ര. ഇത് ആനമല ടൈഗർ റിസർവിൻ്റെ ചെക്ക് പോസ്റ്റാണ്. ഇവിടെ നമ്മുടെ വണ്ടിയുടെ നമ്പരൊക്കെ എഴുതി കൊടുത്തിട്ട് വേണം ഇവിടുന്ന് കയറി പോകാൻ. ഒരുപാട് ബൈക്ക് യാത്രേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് തുടങ്ങുന്നത് ആനമല ടൈഗർ റിസർവാണ്. എന്നും കാടുകളിലൂടെ വണ്ടിയായി റൈഡ് ചെയ്യുന്നൊരു പ്രത്യേക അനുഭവമാണ്. പ്രത്യേകിച്ച് അത് ബൈക്കാണെങ്കിൽ പറയുക വേണ്ട. നല്ല അനുഭവത്തോടെ ഒരു സോളോ യാത്ര നമുക്ക് ചെയ്യാൻ കഴിയും. എന്തായാലും കാട് യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും സാവധാനം വണ്ടി ഓടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇന്ന് ഞാൻ അല്പം സ്പീഡിലാണ്, കാരണം എനിക്ക് 1.5 മണിക്ക് KSTP ഓഫീസിലെത്തണം. എന്തായാലും പ്രത്യേകിച്ച് നമ്മുടെ ഇതേപോലെ യാത്രയിൽ സോളോ ട്രിപ്പാണെങ്കിൽ അതിൻ്റെ വൈബ് ഒന്ന് വേറെയാണ് കേട്ടോ. ഇത് നമ്മുടെ ചിന്നാർ വാച്ച് ട്രെക്കിൻ്റെ ഒരു വീഡിയോ ഇതിനു മുമ്പുണ്ടായിരുന്നു. അതിലുള്ള ആ ചെക്ക് പോസ്റ്റാണ്. ഇവിടെ നിന്നാണ് ചിന്നാർ വാച്ച് ട്രെക്കിങ് പോകുന്നത്. നല്ലൊരു രസകരമായ ഒരു യാത്രയാണ് കേട്ടോ. അത്ര ഹെവിയൊന്നും അല്ലാത്ത ആ ഒരു ട്രക്ക് നല്ല അനുഭവം തരുന്നതാണ്. ഈ വാച്ച് ട്രെക്കിൽ നിന്ന് വേണം നമ്മൾ ഫോമെല്ലാം ബില്ലപ്പ് ചെയ്ത് പാസ്സെല്ലാം എടുത്ത് കയറി പോകാനായിട്ട്. ഇവിടെ നമ്മുടെ പ്രത്യേകിച്ച് ഈ വാച്ച് ട്രെക്കിങ്ങിൽ നമ്മുടെ ജ്യോതിഷ് എന്ന് പറയുന്ന നമ്മുടെ സഹപ്രവർത്തനം എടുത്തു പറയേണ്ട എന്നാ വൈബാന്ന് നോക്കി. മൂന്നാർ യാത്ര ഈ കാണുന്ന ഒരു പച്ചപ്പും ഈ മൂന്നാറിലെ തേയില ചെടികളുടെ ഒരു ഭംഗിയും വല്ലാത്ത അനുഭവം തന്നെയാണ്. എത്ര വന്നാലും നമുക്ക് കാഴ്ച മടുക്കാത്തൊരു അനുഭവം തന്നെയാണ്. ഈ ഫ്രെയിമൊന്നും എന്ത് മനോഹരമാണെന്ന് നയിക്കും. നീലാകാശവും പച്ചഭൂമിയും ഒക്കെ ആയിട്ട് അല്ലേ. മൂന്നാർ എത്ര വട്ടം നമ്മൾ ബൈക്കിൽ വന്നാലും ഈ ഒരു കാഴ്ച വല്ലാത്തൊരു അനുഭവം നമുക്ക് നൽകുന്നതാണ്. പ്രത്യേകിച്ച് അത് ഏത് വാഹനത്തിൽ വന്നാലും നമുക്ക് ബൈക്ക് യാത്രയിൽ കിട്ടുന്നൊരു അനുഭവം വേറൊന്നും കിട്ടില്ല. ഇത് ഈ യാത്രയിൽ കാണുന്ന ഈ ബ്ലോക്ക് ഏത് ടൂറിസ്റ്റ് ചെയ്യാൻ തന്നെ നമ്മൾ അനുഭവിക്കുന്നൊരു ദുരിതം തന്നെയാണ്. ഈ കാണുന്നതാണ് KFDCയുടെ ഓഫീസ്. നമ്മൾ ഏതൊരു വാഹനത്തിലാണോ വരുന്നത് ആ വാഹനം ഇവിടെ പാർക്ക് ചെയ്തിട്ട് വേണം അവരുടെ ആ ജീപ്പിൽ നമ്മൾ കയറി പോകേണ്ടത്. ഈ ജീപ്പിൽ 6 പേർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ കേട്ടോ. കയറാൻ 8 പേർക്ക് പറ്റുമെങ്കിലും 6 പേരെന്നൊരു കണക്ക് തന്നെയാണ്. സൈലന്റ് വാലി ബേസ് ക്യാമ്പിൽ ഇന്ന് സ്റ്റേ ചെയ്തിട്ട് വേണം നാളെയാണ് മീശപ്പുലിമല ട്രെക്കിംഗ് തുടങ്ങണം. KFDCയുടെ ഓഫീസിൽ നിന്നും 24 കിലോമീറ്റർ റൈഡ് ചെയ്തിട്ട് വേണം സൈലന്റ് വാലി ബേസ് ക്യാമ്പിൽ എത്താനായിട്ട്. മീശപ്പുലിമല സൈലന്റ് വാലി ബേസ് ക്യാമ്പിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഗൂഡർലൈം എന്ന് പറയുന്നൊരു വ്യൂ പോയിൻ്റ്. വല്ലാത്തൊരു ഭയങ്കര രസകരമായൊരു ആംബിയൻസ് എന്ന് വെച്ചാൽ ആ ഒരു മൈതാനവും കുറേ പശുക്കളും വല്ലാത്തൊരു ഫീല് നമുക്ക് നൽകുന്നത്. അതിൻ്റെ ഇടയ്ക്കുള്ള യൂക്കാലിപ്സ് മരങ്ങളും അല്ല എന്താണെന്നറിയില്ല, അടിപൊളിയാണ്. എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചേച്ചിയുടെ ഒരു ചായക്കടയുണ്ട്. ആ ചേച്ചിയുടെ ചായക്കടയിൽ ഒരു ഉണ്ടംപുരിയും ഒരു ചായയും നല്ലൊരു വൈബാട്ടാണ്. ചായ എന്ന് പറയുന്നൊരു പൊടിയൊക്കെ ഇട്ടൊരു പ്രത്യേക സ്വാദിഷ്ടമായൊരു ചായ തന്നെയാണ്. പിന്നെ കുറച്ച് ഓഫ് റോഡ് റൈഡൊക്കെ ചെയ്താൽ മാത്രമേ മീശപ്പുലിമല ബേസ് ക്യാമ്പിൽ എത്താൻ പറ്റുള്ളൂ കേട്ടോ. അത്ര കഠിനമൊന്നുമല്ല. പിന്നെ ഇവിടെ എത്തിയതിന് ശേഷം നമ്മുടെ ഡീറ്റെയിലെല്ലാം പൂരിപ്പിച്ച് ഇവിടെ ഏൽപ്പിക്കണം കേട്ടോ. പിന്നൊരു കാര്യം, ഇവിടെ BSNL മാത്രമേ റേഞ്ചുള്ളൂ. ജിയോയ്ക്ക് ചെറുതായിട്ട് കിട്ടുമെങ്കിലും പ്രതീക്ഷിക്കേണ്ട. പിന്നെ ഇവിടെ ലാൻഡ് ഫോണുണ്ട്, അതിനാണ് നമ്മുടെ ബാക്കിയുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ നടക്കുന്നത്. ഇത് നമ്മുടെ ഗ്രൂപ്പ് കൂടാതെ വേറെയും പല ഗ്രൂപ്പുകളുണ്ട്. ഒറ്റയ്ക്ക് വന്നവരും ഗ്രൂപ്പായി വന്നവരും ഉണ്ട്. ഇതാണ് മീശപ്പുലിമല ബേസ് ക്യാമ്പ്. വല്ലാത്തൊരു വൈബാണ് ഈ ബേസ് ക്യാമ്പ്. ഇവിടെ ടെൻ്റാണ് നമ്മുടെ സ്റ്റേ. ഇതിനകത്ത് 60 പേർക്ക് വരെയാണ് ഈ ബേസ് ക്യാമ്പിൽ താമസിക്കാൻ സൗകര്യമുള്ളത്. ഒരു ടെൻറ്റിൽ 2 പേർക്ക് വെച്ചാണ് പെർമിഷനുള്ളത്. ഡിസംബറിലായിരുന്നു ഞങ്ങളുടെ യാത്ര. അന്ന് ഇവിടുത്തെ ടെമ്പറേച്ചർ 7 നല്ല തണുപ്പാണ്. പക്ഷെ അവർ ഓരോരുത്തർക്കും സ്ലീപ്പിംഗ് ബാഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിരാവിലെ 5:30 മണിക്ക് എഴുന്നേറ്റ് ബേസ് ക്യാമ്പിൽ നിന്നും 4 കിലോമീറ്റർ റൈഡ് ചെയ്ത് വേണം ഓഡോമേഷനിലെത്താൻ.
അവിടുന്ന് സൺറൈസ് കണ്ട് വേണം മീശപ്പുലിമല ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അല്പം ഓഫ് റോഡാണ് യാത്രയെങ്കിലും ആ യാത്ര വല്ലാത്തൊരു അനുഭവം തന്നെ നമുക്ക് ആൾക്കാർ. ഇതാണ് റോഡോ മനുഷ്യൻ. ഈ റോഡോ മനുഷ്യൻ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 18 പേർക്ക് ഇവിടെ നമുക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റും. ഏറ്റവും എക്സ്പെൻസീവാണ്. ഇതിൻ്റെ സൈഡിൽ കൂടെ കുത്തനെയുള്ള മല കയറി വേണം നമ്മുടെ ഷൂട്ടിംഗ് പോയിൻ്റ് എന്നറിയപ്പെടുന്ന മീശപ്പുലിമയുടെ ആദ്യത്തെ കുന്ന് കയറാൻ. ഇവിടുന്ന് നമ്മുടെ സൺറൈസും കണ്ട് വേണം ഏകദേശം 8 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് തിരിച്ച് നമ്മുടെ ഈ റോഡോ മനുഷ്യനിലെത്താൻ. എന്നാ വൈബാന്ന് നോക്കിയേ, അത് കാഴ്ചകൾ ഒരു രക്ഷയില്ലാത്ത കാഴ്ച തന്നെയാണ്. മീശപ്പുലിമലയുടെ മുകളിലെ ക്ലൗഡ് ബെഡും സൺറൈസ് പോയിന്റും. എന്തായാലേ കാഴ്ച കൗതുകൾക്ക് എന്നും വർണ്ണാഭമായ കാഴ്ച നൽകിക്കൊണ്ട് മീശപ്പുലിമല. ടൈം ലാംസിൽ നമുക്ക് സൂര്യോദയം ഒന്ന് കണ്ടാലോ. മീശപ്പുലിമല ട്രക്കിങ്ങിലേക്ക് പോകുമ്പോഴുള്ള ഫസ്റ്റ് ഒരു സൺറൈസ് പോയിൻ്റാണ് ഇത്. ഷൂട്ടിംഗ് പോയിൻ്റ് എന്നാണ് സ്ഥലത്തിന് അറിയപ്പെടുന്നത്. ഇവിടുന്ന് നമുക്ക് 4 കിലോമീറ്റർ 8 കിലോമീറ്റർ 4 കിലോമീറ്റർ നമ്മുടെ മീശപ്പുലിമല പോയിന്റിലേക്കും അവിടുന്ന് റിട്ടേണിലേക്ക് പോകുന്ന 4 കിലോമീറ്റർ, അങ്ങനെ 8 കിലോമീറ്ററാണ് നമുക്ക് ഇനി ഇവിടുന്ന് ട്രക്ക് ചെയ്യാനുള്ളത്. ഇത്ര ഈ കയറുന്ന മാത്രം ഇച്ചിരി ടഫായിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴൊക്കെ ഇപ്പോഴുള്ള കാര്യങ്ങളാണ്. എന്തായാലും മീശപ്പുലിമല അനുഭവം സ്റ്റാർട്ടിങ്ങിൽ തന്നെ വളരെ വെരി ഗുഡാണ്. ഒന്നും പറയാനില്ല. രാവിലത്തെ ആ സൺറൈസും ആ ക്ലൗഡ് ബെഡൊക്കെ ഒരു രക്ഷയില്ലാത്ത സംഭവം. എന്തായാലും യാത്രകൾ വ്യത്യസ്തമായ കാഴ്ചകളും വ്യത്യസ്തമായ അനുഭവങ്ങളൊക്കെയാണല്ലോ യാത്രകൾ. ഇവിടെ നോക്കി കാണാം. നമുക്ക് ട്രക്ക് ചെയ്ത് പോകുന്ന നമ്മുടെ കൂടെ വന്ന സഹയാത്രികരൊക്കെ ട്രക്ക് ചെയ്ത് പോകുന്നത് കാണാം. കണ്ടില്ലേ ഈ യാത്രത്തോളം. ചാർലി എന്ന സിനിമയാണ് മീശപ്പുലിമല ഫേമസ് ആയത്. അല്ല, അതിനു മുമ്പ് നമുക്ക് ഇവിടെ ഗസ്റ്റ് ഉണ്ട്. പക്ഷേ ഇന്ത്യൻസ് ഇല്ലായിരുന്നു നേരത്തെ. നമുക്ക് ഇവിടെ ശരിക്കും ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇവിടെ ഒരുപാട് ക്രിട്ടിക്കലി എൻഡമിക് ആയിട്ടുള്ള കുറേ ബേർഡ്സും പിന്നെ കുറേ വൈൽഡ് ലൈഫ് ഉണ്ട്. അതിൽ ഈ റെസ്പ്ലന്റ് ഡുവോയ്സ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഗാലക്സി എന്നൊക്കെ പറഞ്ഞ് കുറേ തരത്തിൽപ്പെട്ട എൻഡമിക് ആയിട്ടുള്ള ഫ്രോഗ്സ് ഉണ്ട്. അതിൻ്റെ മാക്രോ ഫോട്ടോഗ്രാഫിയും പിന്നെ ബേർഡ് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഫോറിനേഴ്സ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇവിടെ ട്രക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 2014 ചാർലി വന്ന പിന്നെയാണ് ഇന്ത്യൻസ് ഏറ്റവും കൂടുതൽ ഇവിടെ ട്രക്ക് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ആ ഒരു സമയത്ത് 2014 ആ ഒരു സമയത്താണ് ദുൽഖർ സൽമാന്റെ വേറെ ഒരു സിനിമ, മറ്റേ എന്താ പറയുക, നീലാകാശം ചുവന്ന ഭൂമി ആ ഒരു സിനിമ. അപ്പോൾ ആ ഒരു സമയത്ത് എൻഫീൽഡ് റൈഡ് ഇച്ചിരി കൂടി ഡെവലപ്പ് ആയിരുന്നു. പിന്നെ ഈ സിനിമയും വന്ന പിന്നെയാണ് കുറെ ആൾക്കാർ ഇങ്ങോട്ട് നമ്മളെ ഇന്ത്യൻസ് ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി. നല്ല തിരക്കാണ് ഇവിടെ അല്ലേ? നമ്മുടെ പ്രോപ്പർ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ ഡിസംബർ ജനുവരി ആണ്. പക്ഷെ ഇക്കൊള്ള നവംബർ അത്യാവശ്യം വലിയ തണുപ്പൊന്നും ഇല്ലായിരുന്നു. ഡിസംബർ പിന്നെ ജനുവരി ഈ ഒരു 3 മാസം നമ്മുടെ വിന്റർ സീസൺ ആണ് ഇവിടുത്തെ. അപ്പം ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ ക്ലൗഡ് ബെഡൊക്കെ കിട്ടാറുണ്ട്. അതുകൊണ്ട് ഈ ഒരു സമയം ആകുമ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ടാവും. എല്ലാ ദിവസവും വീക്കെൻഡ്സും വീക്ക് ഡേയ്സും ആൾമോസ്റ്റ് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ഒരു ദിവസം എത്ര പേരെയാണ് പെർമിഷൻ കൊടുക്കുന്നത്? നമ്മളിവിടെ അക്കോമഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡാമേഷനിൽ 18 പേര് വരെ നമ്മൾ താമസിക്കാം. പിന്നെ ബേസ് ക്യാമ്പിൽ നേരത്തെ 40 പേരായിരുന്നു, ഇപ്പം നമ്മൾ 60 പേരാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു സ്കൈ കോട്ടേജ് എന്ന് പറഞ്ഞ് ബേസ് ക്യാമ്പിന്റെ തൊട്ടടുത്തൊരു ബിൽഡിംഗ് ഉണ്ട്. അവിടെ നമുക്കൊരു 3 പേര് വരെ നിൽക്കാം. മാക്സിമം ഒരു 100 പേരുടെ താലെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അങ്ങനെ അത്രയും ആൾക്കാർ ഒരു ദിവസം. പിന്നെ ഡേ ട്രക്ക് ഉണ്ട് നമുക്ക്. അത് ഈ പുലർച്ചെയും വരാം ഉദയം കാണാൻ വേണ്ടി. അല്ലാതെ 9 മണിയാകുമ്പോൾ നമുക്കൊരു ട്രക്കിംഗ് ഉണ്ട്. അത് ഇതുപോലെ തന്നെ ഫുള്ള് മീശപ്പുലി കയറി സൺറൈസ് അല്ലാതെ മീശപ്പുലി കയറി തിരിച്ചിറങ്ങുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ ഈ ഇവിടുത്തെ താമസമില്ലേ റോഡോ മാൻഷൻ, അവിടെ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? റോഡോ മാൻഷൻ
2 പേർക്ക് 6900 കണ്ടു വരും. 2 പേർക്ക് 3 നേരത്തെ ഭക്ഷണം, ഗൈഡ്, ട്രക്കിംഗ് എല്ലാം ഇൻക്ലൂഡ് ആണ്. 6 പേർക്ക് ഒരു വണ്ടിക്ക് 3500 അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. അതായത് 3000 നമ്മൾ പിക്ക് ചെയ്യും, എന്നിട്ട് വൈകുന്നേരം ഇവിടെ കൊണ്ടാക്കും. പിറ്റേന്ന് നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് 1 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് അവരിവിടെ വെയിറ്റ് ചെയ്ത് നമ്മളെ പിക്ക് ചെയ്ത് വീണ്ടും കൊണ്ടുപോയി ടൗണിൽ തന്നെ ആക്കും. ഈ വണ്ടിയുടെ കൂലി നമ്മൾ തന്നെ സെപ്പറേറ്റ് കൊടുക്കേണ്ടി വരും. പിന്നെ ഈ റൂമിൻ്റെ 6 പേരൊക്കെ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ 3 ഡബിൾ റൂം എടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് വന്നു പോകുന്ന ഫാമിലിയായിട്ടൊക്കെ നേരത്തെ ബുക്ക് ചെയ്താൽ മതി അല്ലേ? ബുക്ക് ചെയ്താൽ മതി. ഓൺലൈനിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ KFDC ecotourism.mnr എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിൽ കറക്റ്റ് വീക്ക് ഡേയ്സും വീക്കെൻഡ്സിലും എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ള ഒരു രീതിയിൽ നമുക്ക് ഡീറ്റെയിൽസ് ഫുള്ളും കിട്ടും. എല്ലാ ബേസ് ക്യാമ്പിൻ്റെയും ഈ പറഞ്ഞ റോഡോമേഷൻ്റെയും സ്കൈ കോട്ടേജിൻ്റെ എല്ലാത്തിൻ്റെയും സ്കൈ കോട്ടേജ് സഹിതം എല്ലാത്തിൻ്റെയും ഓൺലൈനിൽ തന്നെ നമുക്ക് എന്താ പറയുക ബുക്കിംഗ് ചെയ്യുന്നതാണ്. ഓഫ്ലൈനുണ്ട്, നമ്മുടെ ഓഫീസിൻ്റെ നമ്പറുണ്ട്, അതിലേ വിളിച്ച് കഴിഞ്ഞാൽ ഓഫ്ലൈനായിട്ടും ബുക്ക് ചെയ്യാം. ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ വരുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് നമ്മൾ മദ്യപിക്കരുത്, ഇങ്ങനത്തെ ഒരു സ്ഥലത്തിൽ വരുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് ബ്ലൂടൂത്തിൽ പാട്ടിടല് നമ്മൾ പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത്രമാത്രം ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് ആയിട്ടുള്ള സ്പീസീസ് ഉണ്ട്. ആൾക്കാർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം പറ്റുന്നത്. ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല യഥാർത്ഥ മീശപ്പുലിമല. അത് ശരിക്കും ഈ മാക്രോ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഇവിടെ എന്തോരം എൻഡമിക് ആയിട്ടുള്ള സ്പീസീസ് ഉണ്ടെന്ന്. ഈ റെസ്പ്ലണ്ട് എന്ന് പറഞ്ഞ ഒരു തവളയുണ്ട്, അത് ലോകത്ത് തന്നെ ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് ആണ്. ആനമുടിയും ഈ ഒരു ഭാഗത്ത് മാത്രമേ അതിനെ കാണാൻ പറ്റത്തുള്ളൂ. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മാത്രം ഹയർ എലിവേഷൻ ആണ്. ഇവിടുത്തെ ഹൈ ആൽറ്റിറ്റ്യൂഡ് കാരണമാണ് അവർ ഇവിടെ സർവേ ചെയ്യുന്നത്. അവർ 6 മാസക്കാലത്തോളം ഹൈബ്രിനേറ്റിംഗ് ആണ്. പിന്നെ ആദ്യത്തെ മഴക്കാലം കിട്ടുമ്പോൾ അവർ പുറത്തു വരും. അവരുടെ നമ്മളിങ്ങനെ ബ്ലൂടൂത്തിൽ ഒച്ചയും ബഹളൊക്കെ ഉണ്ടാക്കി പോകുമ്പോഴത്തേക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ തമ്മിൽ കട്ടാവും. വീണ്ടും അവർ എൻഡമിക് ആയിട്ട് അങ്ങനെ എക്സ്റ്റെൻഡ് ആവുന്ന രീതിക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കാട്ടുതീ എന്തുകൊണ്ടാണ് കൺട്രോൾ ചെയ്യുന്നത്? കാണുമ്പോൾ ഗ്രാസ് ലാൻഡ് അത് കത്തിക്കോട്ടെ എന്നുള്ള ധാരണയാണ്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ എന്തോരം ജീവികൾ ജീവിക്കുന്നത്. ബാബ്ലർ എന്ന് പറഞ്ഞ ഒരു പക്ഷിയുണ്ട്, അതൊക്കെ മൈഗ്രേറ്റിംഗ് ആണ്. പല ഭാഗത്തു നിന്ന് മൈഗ്രേറ്റ് ആവുന്ന ബേർഡ്സ് ഉണ്ട്. അവരൊക്കെ മൈഗ്രേറ്റ് ആയി അടുത്ത ജനറേഷൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാസ് ലാൻഡ് വേണം. ഇവിടെ തന്നെ 28 വെറൈറ്റി എൻഡമിക്കിൽ ഒരു 13 സ്പീഷീസ് ഇവിടെ തന്നെ നമുക്ക് സ്പോട്ട് ചെയ്യാം. ഫ്ലൈങ് കേച്ചറിൽ ഒരുപാടുണ്ട്. പിന്നെ ഈ ഇത്തരം ഹയർ എലിവേഷനിൽ മാത്രം കാണാൻ പറ്റുന്ന ഈ നീൽഗിരി പിപ്പിറ്റ് ഉണ്ട്, നീൽഗിരി മാർട്ടിൻ ഉണ്ട്, പിന്നെ നമ്മുടെ ഈ വരയാട് നീൽഗിരി ടാർ എന്ന് പറഞ്ഞ നമ്മളെ വരയാടുണ്ട്. വരയാട് ക്രിട്ടിക്കലി എൻഡേഞ്ചർ സ്പീസീസ് ഇൻ ദി വെസ്റ്റേൺ ഗാട്സ് ആണ്. എറണാകുളം നാഷണൽ പാർക്ക് ഫസ്റ്റ് പോപ്പുലേഷനും നമ്മുടെ മീശപ്പുലിമല 2ാമത്തെ പോപ്പുലേഷനാണ്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 1200 ഹെക്ടറോളം ഗ്രാസ് ലാൻഡ് വിത്ത് സോളാർ ഫോറസ്റ്റ് ആണ്. ഇത്ര മാത്രം ഇവിടെ സംഭവം ഉണ്ട്. അത് നമ്മൾ ആൾക്കാരുടെ അടുത്ത് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൈസ അടയ്ക്കും ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ ഇതൊരു ഇത്രയും ഒരു ഹയർ എലിവേഷനിൽ ഇങ്ങനത്തെ ഒരു അക്കോമഡേഷൻ അതിൻ്റെ എക്സ്പെൻസ് അവർ ഒന്നും കൂടി ആലോചിച്ച് നോക്കണം. മൂന്നാർ ബേസിക് ആയിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി മാത്രമേ ഇവിടെ ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ നമ്മൾ വലിയ റിസോർട്ട് പോലത്തെ ഒരു സെറ്റപ്പ് ഒന്നും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ലല്ലോ. അതൊന്നും ഇതേപോലെ യാത്ര പ്രതീക്ഷിക്കാനും പാടില്ലല്ലോ. കാരണം ഇത് നമ്മൾ യഥാർത്ഥം പറയുന്നത് നമ്മളായിട്ട് ആരെയും വിളിച്ചു വരുത്തുന്നില്ലല്ലോ സാറേ. ഇതെന്ന് പറയുന്നത് ഒരു നേച്ചറിനെ സ്നേഹിക്കുന്നവർക്കുള്ളതാണ് ഇതുപോലെ വരുന്നത്. ഇതിപ്പം ഈ നമ്മുടെ KFDC ഒരു എക്കോ ടൂറിസം തുടങ്ങിയതിന്റെ കാര്യം എന്താണെന്നറിയോ? പ്രകൃതിയുടെ ഭംഗി നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. അത് നിങ്ങൾ തന്നെ സംരക്ഷിക്കാനുള്ള ഒരു ബോധം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയത്. പക്ഷെ അത് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. എൻഡമിക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ പല ആൾക്കാരോട് പറയുമ്പോഴത്തേക്ക് ഇവർ ചുമ്മാ തല്ലുന്നതാണെന്നുള്ള സെറ്റപ്പിലാണ്. പക്ഷെ ഇവിടെ യഥാർത്ഥം വന്ന് എക്സ്പ്ലോർ ചെയ്ത എല്ലാവർക്കും ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ വ്യക്തമായിട്ട് അറിയാം. ശബരിമല എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തുകൊണ്ടാണ്. ഇതിപ്പോ ഞാൻ പറയട്ടെ, കുറെ ഓർഗനൈസേഷൻ ഉണ്ട്, കുറെ ഫൗണ്ടേഷൻ ഉണ്ട്. ആരെങ്കിലും ഒരാൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അവർ റിപ്പോർട്ട് എഴുതാന്നുണ്ടെങ്കിൽ ആനമുടി പോലെ തന്നെ ഈ സംഭവം നിർത്തും. പിന്നെ എറണാകുളം നാഷണൽ പാർക്ക് പോലെ ബസ്സിൽ കയറി ഒരു പ്രത്യേകിച്ച് ഒരു പോയിന്റിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് തിരിച്ചു പോകുന്ന സെറ്റപ്പിലേക്ക് ആകും. കേരളത്തിൽ ഇത്ര മാത്രം അഗസ്ത്യാർകൂടം കഴിഞ്ഞ് ഈ ട്രക്ക് ചെയ്യാൻ വേറെ എന്തെങ്കിലും ഒരു സ്ഥലമുണ്ടോ? സാറ് തന്നെ പറഞ്ഞുതരാം. ഇല്ല. ഇങ്ങനത്തെ ഒരു അക്കോമഡേഷനും ഇത്രയും ഒരു ഇതിൽ നമ്മൾ നോക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. പക്ഷെ അത് ആരും മനസ്സിലാക്കത്തില്ല. എല്ലാവരുടെ അടുത്തും പറഞ്ഞു അവരും നിങ്ങൾ 36 പേരുണ്ട്. അപ്പം അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ 36 പേരുണ്ട്, യാതൊരു പ്രശ്നമില്ലാണ്ട് നിങ്ങൾ വന്നു ഫുഡ് കഴിച്ചു, വളരെ കാമായിട്ട് നമ്മൾ സൗണ്ട് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് സൗണ്ട് കൺട്രോൾ ചെയ്തു, യാതൊരു പ്രശ്നമില്ല. പ്രഭു നമുക്ക് കുറേ കാര്യങ്ങൾ നേച്ചറിനെ പറ്റിയും കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നില്ലേ. എന്തായാലും ഈ വീഡിയോ കാണുന്നവർ ഈ മീശപ്പുലിമല ട്രെക്കിങ് മാത്രമല്ല, ഇതേപോലെ കേരളത്തിലുള്ള പല ട്രെക്കിങ്ങുകളും ഉണ്ട്. ആ ട്രെക്കിങ്ങിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ സർക്കാർ ഇതേപോലെ ട്രെക്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നത്
പ്രകൃതി അടുത്തറിയാനും അവയെ പൊതുസമൂഹം സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. പക്ഷേ നമ്മളിവിടെ പല ഗസ്റ്റുകളും ഇവിടെ വന്നിട്ട് കാണിക്കുന്ന അനുഭവങ്ങളെക്കുറിച്ചാണ് പ്രഭു നേരത്തെ പറഞ്ഞത്. കാരണം അത് അവർ വരുന്നത് ഇൻസ്റ്റാഗ്രാം റീലിലാണ്, അതിൻ്റെ പ്രകൃതി എന്താണെന്നോ നേച്ചറിനെ കുറിച്ച് പഠിക്കാനൊന്നുമല്ല. അപ്പോൾ എന്തായാലും വരുന്നവർ ഇതേപോലുള്ള നേച്ചറിലേക്ക് കടന്നു വരുന്നവരും ശ്രദ്ധിക്കേണ്ടത് ആ പ്രകൃതിയോടിണങ്ങി അവിടെ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് ഡിസ്റ്റർബ് ഉണ്ടാക്കാതെ അത് കണ്ട് അത് സംരക്ഷിക്കപ്പെടണം, വരുന്ന തലമുറയ്ക്കെങ്കിലും ഇത് മാറ്റി വെക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ യാത്ര ചെയ്യാനായിട്ട്. അതായത് ഇപ്പോൾ നേരത്തെ പ്രഭു പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളാരും ചിന്തിക്കാത്തൊരു വിഷയം, ഒരു തവളയുടെ ഒരു കാര്യം. നമ്മളൊരു കാട്ടിലേക്ക് കയറുമ്പോൾ അതിനകത്ത് ഈ ബ്ലൂടൂത്തിൽ വലിയ സൗണ്ടിൽ പാട്ടുകളൊക്കെ വെച്ച് വരുമ്പോൾ ഇതിനകത്ത് ജീവജാലങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അവരുടെ പ്രത്യേക സൗണ്ടിൽ. ആ കമ്മ്യൂണിക്കേഷൻ അവർക്ക് നഷ്ടപ്പെട്ടു പോകും. ആ കമ്മ്യൂണിക്കേഷൻ അവർക്ക് നഷ്ടപ്പെടുമ്പോൾ അവരുടേതായ ആ രീതികളൊക്കെ മാറും. അപ്പം അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഇതേപോലുള്ള ട്രക്കിങ്ങിന് മിഷപ്പിൽ പോലെയുള്ള ട്രക്കിങ്ങിൽ അതിൻ്റെ ബാണാസുരയാണെങ്കിലും ചിറപ്പുല്ലാണെങ്കിലും അതുപോലെ ഏത് ട്രക്കിങ്ങിനും കടന്നു വരുമ്പോൾ അതുപോലുള്ള കാര്യങ്ങളെടുക്കണം. ഇത് നമ്മൾ വരുമ്പോൾ കണ്ടില്ല ഒരു ചെറിയ അരുവിയാണ്, എല്ലാം മസ്റ്റായിട്ട് കരുതണം. അത് അടിപൊളിയാന്ന് വെച്ചാൽ എന്നാ കാഴ്ച കൗതുകമാണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്നു. ഈ 2 മലകളുടെ താഴ്വരയാണ്, ഈ 2 കുന്നുകളാണ്. ഈ 2 കുന്നിൻ്റെ താഴ്വരയിൽ ചെറിയ അരുവി പുറത്തുവന്നത് എന്നാ ഭംഗിയാണെന്ന് വെച്ചാലൊക്കെ ഈ ഭംഗിയൊക്കെ നമ്മൾ ആസ്വദിക്കാൻ വേണ്ടിയാണ്, ഇത് നിലനിർത്താൻ വേണ്ടിയാണ് നമ്മൾക്കെന്നും നോക്കേണ്ടത്. അപ്പോൾ എന്തായാലും നല്ല യാത്രികരായി ഇതേപോലെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം യാത്രകൾ ചെയ്യുക. അതെല്ലാം നിങ്ങൾക്ക് അർമാദിക്കാനും ഒക്കെ ആണെങ്കിൽ ഇതേപോലെ യാത്രകൾ നിങ്ങൾ തിരഞ്ഞെടുക്കാതിരിക്കുക അല്ലേ ഓ അത് നിങ്ങൾ അതിനുവേണ്ടിയുള്ള സ്ഥലങ്ങൾ റിസോർട്ടുകൾ തിരഞ്ഞെടുക്കുക. പിന്നെ ഇതേപോലെ ഇപ്പം നമ്മൾ കയറിയതുപോലെ 9 കുന്നുകൾ കയറി ഇറങ്ങുന്നതാണ് മീശപ്പുലിമല. അത് ആദ്യത്തതും അവസാനത്തതുമാണ് ഇച്ചിരി ടഫായിട്ടുള്ള ഇതുള്ളത്. ബാക്കി 9 വളരെ ചെറിയ കുന്നുകളാണ്. താഴത്ത് നമ്മൾ ദൂരെ കാണുന്നത് മലകളുടെ ഇടയിൽ കൂടെ കാണുന്ന റോഡ് ഗ്യാപ്പ് റോഡാണ്. അതെ, ആനയിറങ്ങൽ ഡാമുമ്പോൾ നമ്മൾ ഏത് ഭാഗത്തിൽ ആ ഭാഗത്താണല്ലേ ആനയിറങ്ങൽ ഡാം വരുന്ന ആ ഭാഗത്തായിട്ട് നല്ല കിതപ്പുണ്ട്. കാരണം ഏകദേശം വെയിറ്റ് 115 കിലോയാണ്. ഇത് വലിച്ച് കയറ്റിക്കൊണ്ട് വരണ്ടേ, അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. സംഭവം ഇതിപ്പം കിളിർക്കാൻ വേണ്ടി എത്ര വർഷം എടുക്കുമെന്നറിയോ? ഇന്ന് നമ്മൾ കണ്ടത് നാളെ മറ്റൊരാൾക്ക് കാണാനുള്ളത്. പിന്നെ പോരാത്തതിന് ഇതൊക്കെ എൻഡമിക്കാണ്. ഇതിനെക്കുറിച്ച് PhD ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. ഇതിൻ്റെ പേര് മെലസ്റ്റോമിയ എന്നാണ്, റോക്രോസ് എന്ന് പറയും. ഇതിൻ്റെ ലോ ബ്രീഡാണ്. ഈ എല്ലാ എന്താ പറയുക നമ്മുടെ ഈ മൂന്നാർ ഭാഗത്തിലൊക്കെ നമ്മുടെ ബേസ് ക്യാമ്പിൻ്റെ ഫ്രണ്ടിലൊക്കെ നിൽക്കുന്ന സാധനമല്ലേ, അതൊക്കെ വച്ച് പിടിപ്പിക്കുന്നത് ഇതിൽ നിന്നാണ്. മെലസ്റ്റോമിയ റോക്രോസ് എന്ന് പറയും. ഇത്രയും ഹൈ ആൾട്ടിറ്റ്യൂഡ് ഇത് പ്ലാന്റ് ആയിട്ടും പൂക്കും, വലിയ മരമായിട്ടും പൂക്കും. ഇവിടെ നിൽക്കുന്ന നിങ്ങൾ കാണുന്ന കാക്ടസ് പോലെ കുറേ സംഭവങ്ങൾ കാണാം. അതൊക്കെ ഇന്ത്യൻ പെർലി എവർലാസ്റ്റിംഗ്, ഈ കാണുന്നത് ഇന്ത്യൻ പെർലി എവർലാസ്റ്റിംഗ്, സൗത്ത് ഇന്ത്യൻ പെർലി എവർലാസ്റ്റിംഗ്, തിരുവാങ്കൂർ പെർലി എവർലാസ്റ്റിംഗ് എന്ന് പറഞ്ഞ് 3 വെറൈറ്റി എവർലാസ്റ്റിംഗ് ഉണ്ട്. അതൊക്കെ എപ്പോഴും പൂത്ത് നിൽക്കുന്ന സംഭവമാണ്. ഇഷ്ടംപോലെ മൺസൂൺ കഴിഞ്ഞ ആദ്യത്തെ ആ പച്ചപ്പ് കയറി വരുന്ന സമയത്ത് ഒരുപാട് കാണാമായിരുന്നു. പിന്നെ ഇന്നലെ അതാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ഉണ്ട് നമ്മുടെ മീശപ്പുലിയുടെ അടിവാർത്ത ഒരു ഗ്രൂപ്പ് ഉണ്ട് നാളെത്തിൻ്റെ. അതാണ് നമ്മളെല്ലാം ഒരുമിച്ച് പോകണമെന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവന്നത്. വലിയ റിസ്ക് ഇല്ല, പക്ഷെ എന്നാലും നമ്മളാ ഓടിച്ചു കഴിഞ്ഞാലേ പ്രശ്നമാണ്. നമുക്കിവിടെ കുറേ ആനകളുണ്ട്. അതിൽ ഈ സിംഗിളായിട്ട് നടക്കുന്ന മെയിലല്ലാണ്ട് വേറെ ഒരു സംഭവമുണ്ട്, ഈ മഗ്ന എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. മെയിലും ഫീമെയിലും ഇതായിട്ട് മഗ്ന എന്ന് പറയുന്നത് മോഴയാണെന്ന് പറഞ്ഞ സാധനം. അപ്പൊ അത് ഭയങ്കര അഗ്രസീവാണ്. അത് ഒരിക്കലും ഗ്രൂപ്പിന്റെ ഒപ്പം നടക്കത്തില്ല. അത് സഞ്ചരിക്കുന്നത് തന്നെ ഒറ്റയ്ക്കാണ്. ഇതുപോലത്തെ മരത്തിന്റെ ബാക്കിൽ ഇങ്ങനെ ഓടിച്ചിരിക്കും. അപ്പൊ അതാണ് ഇച്ചിരി റിസ്ക് ആയിട്ടുള്ളത്. ഗ്രാസ് ലാൻഡ്, ഓപ്പൺ ഗ്രാസ് ലാൻഡ് ആയതുകൊണ്ട് അവർക്ക് സുഖമായിട്ട് സർവേ ചെയ്യാനും കഴിയും. പിന്നെ നമ്മളെ ആക്രമിക്കാനും എളുപ്പമാണ്. അതാണ് തിരുവാങ്കൂർ പെർലി എവർലാസ്റ്റിംഗ്. തിരുവിതാംകൂർ പെർലി എവർലാസ്റ്റിംഗ്. ഇതിന് വല്ല ഇത് പോക്കുന്നതിന് വല്ല സീസൺ വല്ലതും ഉണ്ടോ? ഡിസംബറാണ് ഇത് പോക്കുന്നത്.
ഇപ്പോൾ പൂത്തിപ്പം 1 മാസം കഴിഞ്ഞു. ഇത് എവർ ലാസ്റ്റിംഗ് ആണ്, എപ്പോഴും ഇങ്ങനെ പൂത്ത് നിൽക്കും. അതുകൊണ്ടാണ് ഇതിനെ എവർ ലാസ്റ്റിംഗ് കൊടുക്കുന്നത്. അതായത് ഈ പൂ ഇങ്ങനെ നിൽക്കും, പോവില്ല. ഇത് നമ്മൾ നേരത്തെ കണ്ട സാധനം മെലസ്റ്റോമിയ. എന്തൊക്കെ വെറൈറ്റി സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ആനമുടി എന്ന് 9646 മീറ്റേഴ്സ്. മീശപ്പുലിമല 2646 മീറ്റേഴ്സ്. ആപ്പാട് 200 മീറ്റർ വ്യത്യാസം അല്ലേ? 200 അല്ലേ? 50 മീറ്റർ. അത് തന്നെ 20. 50 മീറ്റർ വ്യത്യാസം. നമ്മൾ എത്രാമത്തെ കുന്നായി കയറണത്? നമ്മുടെ 8ാമത്തെ കുന്നാണ്. ഇങ്ങനെ കയറിപ്പോണം. നമ്മുടെ ഇച്ചിരി കണ്ടില്ലേ മഞ്ഞ്. ഇന്നലെ -ഡിഗ്രി ആയിരുന്നു മീശപ്പുലിമല ടോപ്പിൽ. ഐസ് വീണ് നടക്കുന്നുണ്ട്. ഐസ് അതിങ്ങനത്തെ കളിച്ചേ ഉണ്ട് മഞ്ഞ്. ഒരു രക്ഷയില്ലാത്ത കയറ്റോട്ടെ. കഴിഞ്ഞ മഞ്ഞകളൊന്നും നമ്മളിത്ര ടയർഡായില്ല. ഇത് ഒരു സേവ്സില്ലാത്ത കുത്തനെയുള്ള കയറ്റമാണ്. ഏതൊരു കയറ്റത്തിലും കഷ്ടപ്പാടിൻ്റെ പിന്നെ നല്ല കാഴ്ചകൾ എന്തായാലും കാണുന്നില്ലേ? കണ്ടോ ഇതല്ല കാഴ്ച. മീശപ്പുലിമലയിലെ 9ാമത്തെ കയറ്റമാണ് ആ കാണുന്നത്. അതിച്ച് ടഫാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ചിറങ്ങി ഒരു 10ാമത്തെ ഒരു കയറ്റം. അതാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബേസ് ക്യാമ്പിലേക്ക് എത്തും. ഇത് എന്തായാലും മീശപ്പുലിമല ഒരു സ്വപ്നമായിരുന്നു. കാരണം മീശപ്പുലിമലയുടെ 8ാമത്തെ കുന്നിലെത്തി നിൽക്കുക. കട്ടിയാണല്ലോ. ഇതാണ് മീശപ്പുലിമലയിൽ കണ്ടുവരുന്ന റോഡോഡെൻഡ്രോൺ എന്ന് പറയുന്നൊരു പുഷ്പം. ഇത് നേപ്പാളിൻ്റെ നല്ല കട്ടിയായിട്ട് ഇതിൻ്റെ പൂവിനൊക്കെ നല്ല കട്ടിയാണ്. ഓക്കെ, മണമൊന്നുമില്ല. നമുക്ക് ഇതുവഴി നേരെ ഇനി ഇറങ്ങണം. ഇത് കയറി കഴിഞ്ഞാൽ ഇറക്കമാണ്. ഇത് കയറി കഴിഞ്ഞാലോ ഇത് കയറി കൊണ്ട് ഒരു ഉരുളില്ലാതെയായി. പിന്നെ കുറേ അങ്ങ് കഴിഞ്ഞിട്ടാണ് പരിചയം ഉണ്ടായിരുന്ന സുഖമായിരുന്നു. ഇരുന്ന് പോയിരുന്നു. ഇതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് മീശപ്പുലിമല. ഇപ്പോൾ മീശപ്പുലിമലയിലാണ് നമ്മൾ നിൽക്കുന്നത്. എൻ്റെ മലയുടെ ചുവട്ടിൽ ആ മല അങ്ങ് കയറാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ഈ ഓരോന്നിനും ഓരോ മലകളുണ്ട്, പേരുണ്ട്. ഈ മീശപ്പുലിമല എന്നല്ല ഇതിൻ്റെ യഥാർത്ഥ പേര്. മീശപ്പുല്ലുമല എന്നായിരുന്നു ഇതിൻ്റെ പേര്. കാരണം ഇത് വിളിച്ച് പറഞ്ഞാണ് മീശപ്പുലിമല എന്നായത്. കാരണം മീശ ഈ കാണുന്ന ഗ്രാസ് ഉണ്ടല്ലോ, അത് മീശപ്പുല്ലെന്ന് പറയുന്നതാണ് എൻ്റെ പേര്. അങ്ങനെയാണ് ഇത് മീശ പുല്ല് എന്ന് പറയുന്ന മലയെന്നുള്ള പേര് വന്നത്. അത് പിന്നീട് ഓരോരുത്തർ പറഞ്ഞത് മീശപ്പുലിമലയായി മാറി. മീശപ്പുലിമലയുടെ കയറ്റം കഠിനമെൻ്റെ അയ്യപ്പോ. ആനയിറങ്ങൽ ഡാം അവിടെയാണ് നമ്മുടെ അരിക്കൊമ്പൻ്റെ വാസസ്ഥലം. അവിടെയായിരുന്നു. അവിടെ നിന്നാണ് അതിനെ കൊണ്ടുപോയത്. ഒരു വാച്ചറിനെ കൊന്നു. പക്ഷെ അത് അരിക്കൊമ്പനാന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ ഭാഗത്ത് കുറെ ആനകളുണ്ടായിരുന്നു. നമ്മുടെ RRT ഉണ്ടായിരുന്ന ഒരു വാച്ചറെ കൊന്നു. അതിനുശേഷം കുറെ ആൾക്കാർ ഇങ്ങനെ മുടിവാളൻ ഇങ്ങനെ കുറെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ മുടിവാളനില്ല, മുടിവാളനും മരിച്ചുപോയി. അപ്പൊ ആകെ ആ ഭാഗത്ത് ചക്കക്കൊമ്പൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഓസ്കൊമ്പനുണ്ട്. കുറച്ച് കൊമ്പന്മാർ മാത്രമേ ഉള്ളൂ. നമ്മളന്ന് കണ്ടേതായിരിക്കാം. അത് പറയപ്പാ 90 ഡിഗ്രി ഡീപ്പാണ് കേട്ടോ. ഇത് നമ്മൾ ഈ വീഡിയോയിലേക്ക് കാണുമ്പോൾ എങ്ങനെയാണെന്നറിയില്ല. 90 ഡിഗ്രി കുത്തനെയുള്ള കയറ്റം എന്താ. അങ്ങനെ മീശപ്പുലിമലയുടെ നെറുകയിൽ എത്തി. ആര്യവാ, ഇതാണ് കാഴ്ച.
പിന്നെ ഭംഗിയാ നോക്കി. എവിടെ ചെന്നാലും വലിഞ്ഞു കയറുന്നു. രണ്ട് ക്ലൈമറ്റ് കാണിച്ചു തരാം. ഇത് മീശപ്പുലിമലയുടെ മുകളിൽ നിന്നും കാണുന്ന കാഴ്ച ഇങ്ങനെയാണ്. നേരെ ഓപ്പോസിറ്റ് ഇപ്പുറ സൈഡ് കാണുന്ന കാഴ്ച നോക്കിയാൽ ഒരേ സ്ഥലത്ത് രണ്ട് കാഴ്ചകൾ എന്താ ഭയങ്കര വിസിബിളായിട്ട് മേഘങ്ങളൊന്നും ഇല്ലാതെ ഒരു കാഴ്ചയും ഇപ്പുറത്ത് അതിൻ്റെ ഏകദേശം തൊട്ടിപ്പുറത്ത് നോക്കിയാൽ ക്ലൗഡ് ബെഡിങ് ഇങ്ങനെ ഉണ്ടല്ലേ, ആകാശം. അതായത് നമ്മുടെ ഇന്ദ്രനും ഒക്കെ മുകളിൽ നൃത്തം ചെയ്യുന്നത് പോലെയുള്ള സീരിയലിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള ഒരേ വിഷ്വല്, ഒരു രക്ഷയില്ലാത്ത വിഷ്വൽ. വിഷുബലിമല നമ്മൾ താഴത്തോട്ട് ഇറങ്ങാണ്. ഇവിടുന്ന് ഏകദേശം നമുക്കൊരു 4 കിലോമീറ്റർ താഴത്തോട്ട് കാണാം. ഇപ്പുറം കഴിയുമ്പോഴാണ് പിന്നെ ഒരു കുത്തനെയുള്ളൊരു കയറ്റം നമുക്കുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ വലിയ ടഫല്ല. അത് മീശപ്പുലി അത്ര ടഫായിട്ടുള്ള ട്രക്കിംഗ് ഒന്നും പറയാൻ പറ്റില്ല. ഏറ്റവും അത് 9 കുന്നിൽ നമ്മൾ തുടങ്ങുന്നതും ആ 9ാമത്തത് മാത്രമേ ഉള്ളൂ ഇച്ചിരി ഇതാണ്. അതിൽ ആ കഠിനമാണ്, അത്യാവശ്യം ഡിസ്റ്റൻസ് വളരെ കുറവാണ്. അപ്പം എന്തായാലും മീശപ്പുലി മല എന്തായാലും എക്സ്പ്ലോർ അടിപൊളിയാണ്. നമ്മൾ ഈ ഇങ്ങനെയുള്ള ട്രക്കിങ്ങുകളൊക്കെ ചെയ്യുമ്പോൾ നല്ല വെള്ളമല്ലേ, ഈ വെള്ളമൊക്കെ ഒന്ന് കുടിക്കാൻ പറ്റിയ ആ വെള്ളമാ ഇത്. അട്ട വേണോ അത്? മുന്നേ കാണുന്ന ഇതുണ്ടല്ലോ, അതാണ് സൗത്ത് ഇന്ത്യയിലെ ഹയ്യസ്റ്റ് പീക്ക് ആനമുടി. അത് കഴിഞ്ഞാൽ പിന്നെ മൂന്നാറിൽ ചൊക്രാമുടിയാന്ന് തോന്നുന്നു, രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതം. എന്തായാലും അതിങ്ങനെ ആനമുടി എന്ന് പറയാൻ കാര്യം അതിൻ്റെ ആനമുടിയുടെ ആ പർവ്വതത്തിൻ്റെ ഷേപ്പ് കണ്ടില്ലേ, ആനയുടെ മുതുക് പോലെയാണ് ഇങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരു ആനമുടി എന്ന് പേരിട്ടെന്ന് തോന്നണം, അറിയില്ല ചരിത്രം എന്താണെന്ന്. നമ്മൾ കാണുമ്പോൾ ആനയുടെ മുതുക് പോലെയാണ് ഇങ്ങനെ നിൽക്കുന്നത്. ആനകൾ ഇങ്ങനെ നിരനിരയായി നിൽക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ അതുകൊണ്ടായിരിക്കാം ആനമുടി എന്നിട്ട്. ആ താഴത്ത് കാണുന്ന ഇത് കണ്ട, അതാണ് റോഡോ മെൻഷൻ. നമ്മൾ രാവിലെ ജീപ്പ് അവിടെ കൊണ്ടിട്ടിട്ടാണ് നമ്മൾ ട്രക്കിങ് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറി ഏകദേശം 9 മലകൾ കയറി 9ാമത്തെ മലയാണ് മീശപ്പുലിമല എന്ന് പറയുന്നത്. അപ്പോൾ ആ മീശപ്പുലിമലയിലെ ക്ലൗഡ് ബെഡും അതുപോലത്തെ അവിടുത്തെ ആ ക്ലൈമറ്റും ഒക്കെ ആസ്വദിച്ചിട്ട് തിരിച്ച് നമുക്ക് ആ റോഡോ മെൻഷൻ പോകുന്ന വേറൊരു റൂട്ടിൽ കൂടെ, അതിന് കീപ്പോട്ട് ഇപ്പുറത്തെ വഴി കൂടെ ഇറങ്ങി ഏകദേശം 4 കിലോമീറ്റർ നമ്മൾ നടന്നതിന് ശേഷമാണ് ആ റോഡോ മെൻഷനിലേക്ക് നമ്മൾ ചെന്ന് തിരിച്ച് നമ്മൾ ജീപ്പിൽ കയറി തൈലൻ വാലി ക്യാമ്പ് ഹൗസിലേക്ക് പോകണം. അപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ പൊതുവേക്കുള്ള കുത്തനെയുള്ള ഇറക്കവും അതുപോലെ ഗ്രാസ് ലാൻഡൊക്കെയാണ്. പരന്ന നല്ല കണ്ണിന് കുളിർമ കിട്ടുന്ന കാഴ്ചകളൊക്കെ കണ്ട് നടക്കാം. നമ്മുടെ റോഡോ മെൻഷനിൽ എത്തി. ഇപ്പം ഏകദേശം 11:45, 11 മണിക്കാണ് തിരിച്ചെത്താൻ ഉദ്ദേശിച്ചത്. 3/4 മണിക്കൂർ ലേറ്റാണ്.